ഈ വാദപ്രചരണങ്ങളെ എടുക്കേണ്ടത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ മതേതര വിശ്വാസികളുടെ കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കി സ്വയംസേവക സംഘം അഥവാ RSS ആണ് ഏറ്റവും കൂടുതൽ പരിപാടികൾ നടത്തിയിട്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുമായി സഹകരണം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് സമൂഹത്തെ തീവ്രവാദികളാക്കി മാത്രം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം, ആരാണ് യഥാർത്ഥ തീവ്രവാദി എന്ന് വിശദമാക്കുന്ന അബ്ദുല്ലാസലമാദിയുടെ പടവുമായി ഈ പട്ടിമറ്റം പ്രദേശത്ത് ഡിവൈഎഫ്ഐക്കാർ വന്നിട്ടുണ്ടാകും മുസ്ലിങ്ങളുടെ വീട്ടിൽ. ആ സഖാക്കളോട് ഞാൻ നിയമപ്രശ്നം ചോദിക്കുന്നു. കിടക്കുന്നത് നീ എന്തിനാ കറിയുന്നത്? കയ്യിലുള്ള വളം നോക്കി കാതിലുള്ള കമ്മൽ നോക്കിക്കൊണ്ട് യാസറിന്റെ മകളോട് ചോദിക്കുന്നു, മതം മാറിയപ്പോൾ മുസ്ലിം സമുദായം തന്നതായിരിക്കുമല്ലേ എന്ന്. അതീശത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോ അമേരിക്കൻ പട്ടാളത്തിനെതിരെ, സയനിസ്റ്റ് ലോബിക്കെതിരെ, അമേരിക്കയുടെ ലോബിക്കെതിരെ, പട്ടാളത്തിനെതിരെ പോരാട്ടത്തിന്റെ വിപ്ലവ മുഖം ഇറാഖിലെ മുസ്ലിം പോരാളികളെ തുറന്നുവിടുമ്പോ മുസ്ലിങ്ങളുടെ തീവ്രവാദികളാകുന്നു. രാജ്യത്ത് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഫാസിസം നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തമായ വിവേചനങ്ങളെ തുറന്നു കാണിക്കുവാൻ പ്രിയമുള്ളവർ ആരുമില്ലാതെ വരുന്നു. മുസ്ലിം ലീഗും BJPയുമായി, മുസ്ലിം ലീഗും കോൺഗ്രസുമായി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടായി. ആയിരക്കണക്കിന് കേസുകൾ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗുജറാത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടോ? ഗുജറാത്തിൽ നാഷണൽ ലീഗ് ഉണ്ടോ? ഗുജറാത്തിൽ PDP ഉണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളുടെ ലക്ഷക്കണക്കിന് വരുന്ന സഹോദരിമാര് സഹോദരന്മാർ അഭയാർത്ഥികളായി. അമേരിക്കയെ പോലെയുള്ള വൻ സാമ്പത്തിക രാഷ്ട്രങ്ങൾ, വൻ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം പക്ഷത്തിൽ നിന്നുണ്ടാകുന്ന ചെറുത്തുനിൽപ്പുകളെ തീവ്രവാദമെന്നും ഭീകരവാദം